നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നിയമം കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴോ അതിൽ സർക്കാർ പറയുന്ന ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഒരിക്കലും ശരിയായതായിരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹി IITയിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ GPS നമ്മൾ ഓണാക്കിയിട്ടാൽ GPS നമ്മുടെ ജസ്റ്റ് ലൊക്കേഷൻ അറിയുക മാത്രമല്ല, GPS-നെ നിങ്ങൾ വളരെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ GPS ഒരു വ്യക്തി ഇരിക്കുകയാണോ, ഇപ്പോൾ കയ്യിൽ ഫോണിൽ ഇപ്പോൾ ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, അയാൾ നിൽക്കുന്ന പ്രതലം എന്ന് പറയുന്നത് ഏതാണ്, അയാൾ പുറത്ത് ആൾക്കൂട്ടമുള്ള സ്ഥലത്താണോ, മുറിക്കകത്താണോ, അയാൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അടക്കം ജഡ്ജ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ GPS-ന് കഴിയുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലമായ ലൊക്കേഷൻ, ഒരു വേഗമായിട്ടുള്ള ലൊക്കേഷൻ മാത്രമല്ല, ആക്യുറേറ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ 1 മീറ്ററിന് പരിസരത്തുള്ള ആക്യുറേറ്റ് ലൊക്കേഷൻ പ്ലസ് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വരെ അനലൈസ് ചെയ്യാൻ ഇതിന് പറ്റുന്നതാണ്. ഇത് നിർബന്ധമായും നിങ്ങൾ ഫോണിൽ ഇത് ഇൻബിൽട്ടായി ചേർത്തിരിക്കണം. അത് യൂസർക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇത് പാടില്ലാത്തതാണെന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് പല വഴിക്ക് ആളുകളെ നിയന്ത്രിക്കാനും പിടിക്കാനും ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ ഗവൺമെൻറ് എപ്പോഴും പറഞ്ഞ കാര്യം, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും തെഫ്റ്റ് പിടിക്കാനും കള്ളത്തരം പിടിക്കാനും ഒക്കെ, അല്ലെങ്കിൽ വ്യാജ ഫോൺ പിടിക്കാനൊക്കെ ഇത് വേണമെന്നാണ്. ഒന്നാമത് നമ്മൾ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നിയമം കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴോ അതിൽ സർക്കാർ പറയുന്ന ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഒരിക്കലും ശരിയായതായിരിക്കില്ല. നോട്ട് നിരോധനം നടപ്പിലാക്കുമ്പോൾ ഇവർ പറഞ്ഞതാണ് കള്ളപ്പണം തടയാനാണ് എന്നതാണ്. പക്ഷേ നോട്ട് നിരോധനത്തിൻ്റെ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കള്ളപ്പണം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി. രണ്ടാമത് ഇവർ പറഞ്ഞത് ഭീകരവാദം തടയാനാണെന്നാണ്. ഭീകരവാദം തടയുന്നതിൽ ഒരു നിലയ്ക്ക് മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ പഹൽഗാം അടക്കം അനുഭവിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം അതായിരുന്നില്ല. ദുരൂഹമായ മറ്റ് പല ലക്ഷ്യങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ ഇവർ ചില മഹനീയമായ ലക്ഷ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവസാനം ഇലക്ട്രൽ ബോണ്ടിൽ കാശ് കിട്ടിയവരുടെ കണക്ക് പുറത്തു വന്നപ്പം BJPക്ക് പൈസ അടിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം പറയും, പൗരത്വത്തിൻ്റെ കാര്യം പറയും, ഇതിനൊക്കെ അവർ പറയുന്നതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതിലും മനസ്സിലാക്കേണ്ട കാര്യമാണ് രാജ്യസുരക്ഷ. പെഗാസസ് എന്ന് പറഞ്ഞ ഫോൺ ചോർത്തൽ വിവാദം, അത് ഇസ്രയേലി സോഫ്റ്റ്വെയറാണ്. നമ്മുടെ അനുവാദമില്ലാതെ സിംഗിൾ ക്ലിക്കിൽ ഇതിനകത്ത് വന്ന് കയറും. നമുക്ക് എല്ലാ തരത്തിലുള്ള സംഗതിയും ചോർത്തിക്കൊണ്ടു പോകാൻ പറ്റും. അത് ജഡ്ജിമാരെയും പ്രതിപക്ഷ നേതാവിനെ അടക്കം ചോർത്തി എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി പറയുന്നത്. അത് സുപ്രീം കോടതി വന്നപ്പോൾ അവർ പറഞ്ഞത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് അവരുടെ പൊസിഷൻ. ഇതിനകത്തെടുത്ത് നോക്കിയപ്പോൾ സഞ്ചാർ സാധി ഉദ്ദേശം എല്ലായിടത്തും ഒന്നിനാണ്. സഞ്ചാർ സാധി എടുക്കുമ്പോൾ എന്താ, സഞ്ചാർ സാധി പറയുന്നത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ ആ ഫോൺ കണ്ടെടുക്കാനുള്ള പ്രധാന ഉപാധിയാണ് സഞ്ചാർ സാധി ആപ്പ് എന്നാണ്. ആപ്പ് ഫോണിലാണല്ലോ, ഈ ഫോണും കാണാതെ പോയി. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഫോൺ കണ്ടെത്താൻ ഫൈൻഡ് മൈ ആപ്പ് എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസും ആപ്പിളിലും സാംസങ്ങിലും എല്ലാം ഓരോ മോഡലിൽ പുറത്തു വരുമ്പോഴും പരമാവധി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ അവതരിപ്പിക്കുകയാണ്.